ഈ ഷിംജിത മുസ്തഫയെ പോലുള്ള ആൾക്കാരാണ് ജെന്യൂനായിട്ട് നടക്കുന്ന കേസസ് പോലും ഇതേപോലെ ഷിംജിതയുടെ കേസുമായിട്ട് കമ്പയർ ചെയ്ത് തള്ളിക്കളയാണ്. അത് ഞാനിപ്പോൾ ഈ ഫോട്ടോ കാണുന്ന കൊച്ച് അത് ഇതേപോലെ ഒരു ട്രാവൽ വ്ളോഗറാണ്. അത് പുള്ളിക്കാരിക്കുണ്ടായ ഒരു മോശമായ അനുഭവം പുള്ളിക്കാരി ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഷിംജിതയുടെ കേസ് പോലെയാണെന്ന് കുറേ പേര് പറഞ്ഞ് അതേ പുള്ളിക്കാരിക്കുണ്ടായ സാധനം അത് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലിപ്പ് അടിക്കുക. എന്താ സത്യാവസ്ഥ എന്ന് പറയും. അതിന് മുമ്പ് ഷിംജിതയുടെ ഒരു അപ്ഡേറ്റ്. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് നമ്മുടെ ദീപകിൻ്റെ കേസിൽ ഇന്ന് കോടതി ജാമ്യം കൊടുത്തു. കുറച്ച് മുമ്പാണ് ജാമ്യം കൊടുത്തത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ജാമ്യം പരിഗണിക്കുന്നത് അത് ഇന്ന് പോസ്റ്റ്പോൺ ചെയ്ത് ചൊവ്വാഴ്ചത്തേക്ക് ആക്കിയത്. ചൊവ്വാഴ്ച ശരിക്കും പറഞ്ഞാൽ ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആ ജഡ്ജി എന്തോ അവിടെ പാനലുള്ള ഒരാൾ ലീവോ അവിടെ ഇന്നില്ലായിരുന്നു, ചൊവ്വാഴ്ച ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ഇന്ന് ജാമ്യം പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരി വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഓളമായിരിക്കും. ഇനി പുള്ളിക്കാരുടെ വീട്ടിൽ കുറേ പേര് ഇനി പ്രതിഷേധിച്ച് പോകുന്നു. ഇനി ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ സ്റ്റാൻഡിൽ ഉറച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ്. പുള്ളിക്കാരി ഇത് ചോദിക്കുന്നുണ്ട്, ഇതേപോലെ മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു അതെ എനിക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒന്നുമില്ലാണ്ട് ഞാൻ ചുമ്മാ ഒന്നും പറയില്ലല്ലോ എന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി സ്റ്റേണായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷനില്ലല്ലോ. ഏതൊരു മനുഷ്യനാണെങ്കിലും അവരുടെ സർവൈവൽ ഇൻസ്റ്റൻ്റായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് തന്നെ പറയുള്ളൂ. ഇനി പുള്ളിക്കാരി ആരൊക്കെ തല്ലിക്കൊന്നാലും പുള്ളിക്കാരിനെ അത് തന്നെ പറയും, ദീപക് അങ്ങനെ ചെയ്തു എന്ന് തന്നെ പറയുള്ളൂ. എന്തായാലും 21-22 ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളിക്കാരിക്ക് ഒരു ജാമ്യം കിട്ടുന്നത്. ഇനി അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട്, ഫോണിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട്, ദീപകിൻ്റെ ഫോണിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി സബ്മിറ്റ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. ഇനി എന്തായാലും ഇതൊരു താൽക്കാലികമായുള്ള ജാമ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെയിൽ കൊടുക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ സാധാരണ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരിക്ക് ജാമ്യം കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും ഇനി കണ്ടറിയാം ബാക്കി എന്താ വരുന്നതെന്ന് ഇനി കണ്ടറിയാം. അതിന് മുമ്പേ നമുക്ക് ഈ പുള്ളിക്കാരുടെ കേസ്, ഈ വ്ളോഗറിൻ്റെ കേസ് നമുക്കൊന്ന് എടുക്കാം. അത് ഈ വ്ളോഗർ പുള്ളിക്കാരി ഒരു യൂട്യൂബിൽ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഷിംജിതെ പോലെയല്ല, ഷിംജിതെ പോലെ വെച്ച് കമ്പയർ ചെയ്യുന്നു. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ശരിക്കും ജെന്യൂനായിട്ട് നടക്കുന്ന ഒരു കേസ്, നിങ്ങളിപ്പോൾ ഇതേപോലെ ഒരു മോശം അനുഭവം ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവപ്പെട്ടു, പുള്ളിക്കാരി ഒരു വീഡിയോ ചിത്രീകരിച്ചു, അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനെ ഷിംജിതയായിട്ട് ഇതേപോലെ ഷിംജിതയുടെ കേസായിട്ട് കമ്പയർ ചെയ്യരുത്, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഷിംജിത ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അത് പബ്ലിക്കിന് പറ്റി ഇതേപോലെ ഫെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് കണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അതേപോലത്തെ ഒരു കേസല്ല ഇത്. എന്താ സത്യാവസ്ഥ എന്ന് അറിയണ്ടേ? എന്തായാലും ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. പുള്ളിക്കാരിയുടെ ആ സാധനം ഒന്ന് ജസ്റ്റ് ചെറിയ കുറച്ച് ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നോട് ഷോർട്ട് കട്ട് എന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു. ഇപ്പം എന്നോട് പറയുക ഇന്നും ഞാൻ നടന്നു കഴിഞ്ഞാൽ ചത്തുവും, അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു. മ്യൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പല്ല, കഴുതയാണ്. ഇപ്പം എന്നോട് പറഞ്ഞാൽ 10 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവരവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല, 10 ദിനാർ കൊടുത്തിട്ട് പോകും. തന്നെയാണ് ഏകദേശം 50 ദിർഹംസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മ്യൂളിൽ കൂടെ യാത്ര ചെയ്യാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതിന് ഏകദേശം 10 ദിനാറേ ഉള്ളൂ. മറ്റേന് ഇലക്ട്രിക് കാറിന് ഏകദേശം 15 ദിനാറുണ്ട്. പുള്ളിക്കാരി അപ്പോൾ ഒരു കോസ്റ്റ് സേവിങ് ഭാഗമായിട്ടാണ് പുള്ളിക്കാരി മ്യൂളിൽ പോകുന്നത്. ഈ മ്യൂൾ എന്ന് പറഞ്ഞത് ഒരു കഴുതയല്ല. ഇത് ആക്ച്വലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇത് നമ്മുടെ കുതിരയും നമ്മുടെ കഴുതയും രണ്ടിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് ടൈപ്പ് ആയിട്ടുള്ള സെക്ഷൻ. കഴുത വേറെയാണ്, മ്യൂൾസ് വേറെയാണ്. ഇത് രണ്ടും കഴുതയല്ല മ്യൂൾ കേട്ടോ, അത് വേറെ, രണ്ടും വേറെ ബ്രീഡ് ആനിമൽസ് ആണ്. അതായത് ഇതിൻ്റെ കഴുതയുടെയും കുതിരയുടെയും ഒരു ക്രോസ് ബ്രീഡ് പോലത്തെ ഒരു സെറ്റപ്പാണ് മ്യൂൾസ് എന്ന് പറയുന്നത്. വരും 50 ദിർഹംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ നമ്മളെ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ 15 ദിനാറാണ്. അത് പോയെങ്കിൽ മതിയായിരുന്നു, ഇപ്പോൾ വന്നാൽ മതിയായിരുന്നു. ബിക്കോസ് എനിക്ക് 6 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കണം. 1 മണിക്കൂർ എടുക്കാൻ സ്ഥലത്തെത്താൻ വേണ്ടി. അത് ഞാൻ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അവന് എങ്ങോണ്ട് ഓടിപ്പോയി. ഇവിടെ എന്നെ രാത്രി മുഴുക്കും നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു പയ്യനായിരുന്നു. അവൻ എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ പറഞ്ഞു. അവൻ്റെ അടുത്ത് ഒന്നും പൈസ ഇല്ലാതെ എൻ്റെ ഒരു പുള്ളിക്കാരി എന്നിട്ട് കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വിമർശിക്കുന്നുണ്ട്. അതായത് പൈസ ലാഭിക്കാൻ നോക്കിയിട്ടല്ലേ ഈ പരിപാടി കിട്ടിയെന്നൊക്കെ ചോദിക്കുക കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. 15 രൂപയ്ക്ക് ഇലക്ട്രിക് കാർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പുള്ളിക്കാരി ഇതിന് ശേഷം വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതും ഞാൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് പുള്ളിക്കാരി വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരി ഇതേപോലെ നമ്മളൊരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, പുള്ളിക്കാരി ട്രാവൽ വ്ളോഗറാണ്. അപ്പോൾ ഇതേപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇന്ന സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന ചെറിയ ഇത്രയും രൂപയൊക്കെ ഒരു ബഡ്ജറ്റ് വെക്കത്തില്ലേ, അതേപോലെ പുള്ളിക്കാരിക്ക് ബഡ്ജറ്റ് ഉണ്ട്. ഇത്രയും ട്രാവലിന് ഇത്രയും രൂപ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു ബഡ്ജറ്റിലാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതേപോലത്തെ ഒരു പണി കിട്ടുമെന്ന്. പുള്ളിക്കാരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയും ആ പരിപാടിക്ക് നിൽക്കത്തില്ല. പുള്ളിക്കാരി അവിടെ സേഫ് ആകുന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇതേപോലെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ പുള്ളിക്കാരി ആദ്യം ഈ ട്രാവൽ പാക്കേജ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ട്രാവൽ പാക്കേജിലാണ് ബുക്ക് ചെയ്യാൻ നിന്നത്. അത് പുള്ളിക്കാരി ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരി സ്റ്റേയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ അയാൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്, പക്ഷേ 2 റൂമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഡിസ്കംഫർട്ടായിട്ട് തോന്നി. അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെ 2 റൂമെന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ തലയിൽ തന്നെ ഇരിക്കും.
അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അത് തോന്നി. പുള്ളിക്കാരി എന്നെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ പാക്കേജ് ക്യാൻസൽ ചെയ്തിട്ടാണ് വേറൊരു പാക്കേജ് എടുത്തത്, ട്രാവൽ പാക്കേജ് പോലെ എടുത്തിരിക്കുന്നത്. ഇത് ഇവരുടെ ഗൈഡാണ്. അപ്പോൾ ഇവരുടെ മുന്നിലും വേറെ മ്യൂൾസിൽ ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അത് ഇതേപോലെ വേറെ ചെറുക്കന്മാർ ഇതേപോലെ മ്യൂൾസിന് മുകളിൽ കയറി പൊക്കോണ്ടിരിക്കുന്നു. കുറേ പേര് പറയുന്നുണ്ട് ഈ പുള്ളിക്കാരിയാണല്ലോ ഇയാളെ പിടിച്ച് മ്യൂളിൻ്റെ അകത്ത് കയറിക്കോളാം. അതിൻ്റെ ഉള്ള എക്സ്പ്ലനേഷനും പുള്ളിക്കാരി പറയുന്നുണ്ട് വ്യക്തമായിട്ട്. എന്തായാലും നമുക്കത് കാണാം. അങ്ങനെ ഞാൻ എൻ്റെ മണ്ടയ്ക്കിരുന്ന് Are you coming with me? Yes. By walk? Huh? By walk? You? No, I ride. Slowly, huh? I'm a little bit afraid. ഇന്നത്തെ ആ പെണ്ണ് പറയുന്നുണ്ട് ബൈ വാക്ക് യു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി നടന്നാണോ വരുന്നതെന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ല ഐ റൈഡ് യു എന്ന് പറയുന്നുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതേപോലെ റൈഡ് ചെയ്താൽ വരുന്നതെന്ന് ഉദ്ദേശിച്ചത്. സംഭവം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ പുള്ളിക്കാരി വേറെ വീഡിയോ പറയുന്നുണ്ട് ഇതിന് ഫ്രണ്ടിൽ വേറെ പയ്യന്മാർ ഇതേപോലെ മ്യൂൾസിന് മുകളിൽ കൂടെ കയറി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ച് വേറെ മ്യൂളിൽ കൂടെ ആയിരിക്കും വരുന്നത് എന്ന രീതിയിലാണ് പുള്ളിക്കാരി ആദ്യം വിചാരിച്ചത്. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Dana. Your to name? meet you. Wi-Fi. Uzi Connect. Wi-Fi? Wi-Fi. Uzi Connect. അവനെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ കൊച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ പേരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് വൈഫൈ ഡാഷ് കണക്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് ഡാഷിൽ പറയുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ മറ്റേ പ്രൈവറ്റ് പാർട്ടിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പുള്ളിക്കാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും, ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൻ ആ രീതിയിലാണ് അത് പുള്ളിക്കാരി നൈസായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്. അതായത് ഇതേപോലെ പുള്ളിക്കാരി ബാക്കിൽ ഈ പുള്ളിക്കാരിയുടെ ബാക്കിൽ കയറിയിരിക്കുന്നതെന്ന് പുള്ളിക്കാരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പുള്ളിക്കാരി എന്നിട്ട് വേറെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ ബാക്കിൽ പെട്ടെന്ന് കയറി നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ആദ്യം കയറി നിന്നപ്പോൾ പിന്നെ വലിയ ആ മ്യൂൾ എന്ന് പറഞ്ഞ സാധനം അത്രയും വലിപ്പമുള്ള സാധനമല്ല. എന്ന് വെച്ചാൽ കുഞ്ഞു സാധനം, നമ്മുടെ ഏകദേശം കഴുത പോലെ ഇരിക്കും. എന്നാൽ കഴുതയാണെന്ന് ചോദിച്ചാൽ കഴുതയല്ല. ഇത് രണ്ടിൻ്റെ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ഏകദേശം ആ കഴുതയുടെ അത്ര ചെറിയ രൂപം തന്നെയാണ്. അപ്പം എല്ലാവരും എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ആ വെയിറ്റ് താങ്ങുമെന്ന് തന്നെ പുള്ളിക്കാരിക്ക് സംശയമുണ്ടെന്ന് ആദ്യം പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ മ്യൂളിൻ്റെ മുകളിൽ കയറിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി നല്ല ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പുള്ളിക്കാരനും കൂടെ കയറി ഇരുന്നു. This is my nickname. Okay. What's your real name? Real name Abdullah. Abdullah. നല്ല പേര്. അവൻ്റെ ശരിക്കുള്ള പേര് അബ്ദുള്ള. അവൻ്റെ നിക് നെയിം ആണ് നേരത്തെ പറഞ്ഞ പോലെ വൈഫൈ ഡാഷ് കണക്ട് എന്ന് പറഞ്ഞത്. എന്തോന്നടി ഇത് കണ്ടതിന് ശേഷം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ കൊച്ചിനെ അവിടെ വെച്ച് പ്രതികരിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ ആ ചുറ്റിനുള്ള സ്ഥലം കണ്ടായിരുന്നോ? അതായത് ഒരു ഡെസേർട്ടാണ് അത്. ആ ഡെസേർട്ടിൽ വെച്ച് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യും. അതായത് പുള്ളിക്കാരി ഒന്നാമത്തെ കാര്യം സോളോ ട്രാവലറാണ്. കൂടെയുള്ള ആൾക്കാർ ഇവനാണെങ്കിൽ ലോക്കൽ ആളുമാണ് എന്ന് വെച്ചാൽ ഗൈഡാണ്. ഇവന് ലോക്കലായിട്ടുള്ള സപ്പോർട്ട്സും കാണും. ആ പെങ്കൊച്ചിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇച്ചിരി തിരക്കുള്ള സ്ഥലത്താണെങ്കിൽ ബഹളം വെച്ചാൽ പോലും ആൾക്കാർ 5 പേര് കൂടുന്നെങ്കിലും പറയാം. ഇത് അങ്ങനത്തെ ഒരു സ്ഥലം ഡെസേർട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ആ പുള്ളിക്കാരിക്ക് അവിടെ ഒരു ഓപ്ഷനും ഇല്ല. തൽക്കാലം വേറെ ഒന്നും ഇല്ലാത്ത രീതിയിൽ മിണ്ടാണ്ട് സഹിച്ച് നിൽക്കുക. ആ ഒരു ഓപ്ഷൻ മാത്രമേ പുള്ളിക്കാരിക്കുള്ളൂ. ഈ സ്ഥലത്ത് വേറെ ഏതൊരു പെങ്കൊച്ചാണെങ്കിലും ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും വേഴ്സായി പോകും സിറ്റുവേഷൻ. പുള്ളിക്കാരി നല്ല രീതിയിൽ ബ്രേവായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. വേറെ വഴിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെറുട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കും. ചില സമയത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് നല്ലത്. ഒന്നാമത്തെ കാര്യം പരിചയമില്ലാത്ത സ്ഥലം. ആ പുള്ളിക്കാരി യാത്ര ചെയ്ത സ്ഥലം നിങ്ങളെല്ലാം കണ്ടതാണ്. അതേപോലത്തെ ഒരു മരുഭൂമി കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ വിചാരിക്കണം, അതായത് കേരളത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇതേപോലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താലും പോലീസുകാർ ഇതേപോലത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ അപ്പം തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. ഇതേപോലെ സ്വപ്നത്തിൽ പോലും പുള്ളിക്കാരി വിചാരിച്ചത് ജോർദാൻ പോലത്തെ ഒരു സ്ഥലത്ത് ഇതേപോലെ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് പുള്ളിക്കാരി വിചാരിച്ചത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരി കംപ്ലയിൻറ്റ് ചെയ്തു. അതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പോയി അവരുടെ ഈ ഇറങ്ങിയ സ്ഥലത്ത് പോയി പുള്ളിക്കാരി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അവർ കേസ് എടുക്കുന്നില്ല.
പോലീസുകാർ പറഞ്ഞു മറ്റേ അവിടെ പോയിട്ട് മറ്റേ സ്ഥലത്ത് പോയി കേസ് എടുക്കാൻ പറഞ്ഞു. 250 കിലോമീറ്റർ പോയിട്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു പുള്ളിക്കാർ മറ്റേ അവർ പറഞ്ഞത്. എന്നിട്ട് പുള്ളിക്കാരി എംബസീനെയൊക്കെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ രീതിയിലാണ് പറഞ്ഞത്. അതായത് അവിടെ കേസ് നടത്തണമെങ്കിൽ അവിടെ താമസിക്കണം, ഇല്ലെങ്കിൽ മറ്റേ ഇത് തള്ളിപ്പോവും. ആ രീതിയിലാണ് ഇത്. അത് പുള്ളിക്കാരി ഇത് ലീഗലി പുള്ളിക്കാരി അവിടെ വെച്ച് സംഭവിച്ച സാധനം പുള്ളിക്കാരി ലീഗലി എന്തായാലും മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഉള്ള പോലീസുകാർ അത് കേസ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്കാരി അതിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. പുള്ളിക്കാരി അത് മാക്സിമം പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് ലീഗലി ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളിക്കാരി എംബസിയെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും വീഡിയോ പുള്ളിക്കാരി വേറെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. അതെന്തുകൊണ്ടാ ചോദിക്കുന്നത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 ആൾക്കാർ മ്യൂളിൽ പോകുന്നത് കണ്ടു. അപ്പം ഞാൻ കരുതി ഇത്രയും മെഗലിലോട്ട് കയറുന്നില്ല, ചിലപ്പോൾ ഇവനൊരു മ്യൂളിൽ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, നീ നടന്നാണോ വരുന്നത്, അല്ലാതെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ്. ഒരു അനിമലിന്റെ മേഖല ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു, ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനില് നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന് മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മേഖലയിൽ കയറിയത്, ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെ എന്നെയും പോലെ ഇന്നും 2 ആൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം മുതലേ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. കേട്ടല്ലോ. ആദ്യം ഈ പുള്ളിക്കാരൻ വളരെ ഡീസൻ്റ് ആയിട്ടായിരുന്നു നിന്നത്. അതായത് ഈ മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതായിരുന്നു. എനിക്കിത് കയറി ഇരുന്നപ്പോൾ തൊട്ട് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് എൻ്റെ വെയിറ്റ് താങ്ങുമെന്ന് പോലും സംശയമാണെന്ന് പുള്ളിക്കാരി വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ മ്യൂൾ എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇതൊരു കഴുതയാണോ എന്ന് വെച്ചാൽ ഇത് കഴുതയല്ല, അത് കുതിരയാണോ കുതിരയല്ല, ഇതിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ജീവിയാണ്. അതാ പുള്ളിക്കാരി വ്യക്തമായി പറയുന്നത്. അതായത് ഇതേപോലെ പുള്ളിക്കാരി കയറി ഇരുന്നപ്പോഴത്തേക്കും ഭയങ്കര അൺകംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്തില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ള എക്സ്പ്ലനേഷനും പുള്ളിക്കാരി പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടേക്കാം. കേസ് എടുക്കത്തില്ല, പെട്രോൾ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഇന്നും ഈ പറഞ്ഞ അമ്മയിൽ പെട്രോളായിട്ട് പോകാൻ ഏകദേശം 290 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്ന് എങ്ങനെയാണ് വന്ന് ഇവിടെ എത്തിയെന്നുള്ള കഥ ഞാൻ പറഞ്ഞു ഓൾറെഡി. വീണ്ടും പെട്രോളായിട്ട് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നും അവിടെ ആ ഒരു ദിവസം ഒരു മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള വേറെ ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യം നിങ്ങൾ പെട്രോൾ കൊടുക്കുക, ഞങ്ങൾ അവിടുത്തെ കേസ് എടുക്കത്തില്ല. അപ്പൊ നമ്മുടെ കൺട്രിയിലൊക്കെ എവിടെ വെച്ച് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും കേസ് എടുക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കൺട്രിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവർ കേസ് എടുത്തില്ല എന്നുള്ളത് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഞാൻ എന്താക്കി, ഇന്ത്യൻ എംബസിനെ ഒന്നേന്ന് കോൺടാക്ട് ചെയ്തു. ഈ പോലീസ് സ്റ്റേഷനകത്ത് എന്റെ ബാഗ് പോലും തുറക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടാണ് ഇന്ത്യൻ എംബസിയിൽ. അപ്പൊ ഇറങ്ങിയതിനു ശേഷം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പം അവിടെ നിന്ന് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അവർ കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊരാളുടെ ഇന്ത്യൻ എംബസിയിലുള്ള വേറൊരാളുടെ നമ്പർ എന്നിട്ടുണ്ടായിരുന്നു, വിളിച്ചൊന്ന് സംസാരിക്കാൻ. എൻ്റെ വിളിക്കാനുള്ള സിം ഇല്ലായിരുന്നു, ഞാൻ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അഹമ്മദിന്റെ ഫോണിന് വിളിച്ച സമയത്ത് അഹമ്മദിനോട് അവർ പറഞ്ഞു വെച്ചാൽ അവൾ കേസ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് എടുക്കും, എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ചെയ്തിട്ട് ഇവർ കോർട്ടിൽ കൊണ്ടിട്ട് ഇവനെ തിരിച്ചുവിടും. ഞാൻ എന്തിനാ അങ്ങനെ തിരിച്ചുവിടുന്നത്, എൻ്റെ പ്രൂഫ് ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പോകുമല്ലേ, ഈ കേസ് നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കണം. അപ്പം നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണം, എന്നാൽ മാത്രമേ ഈ കേസ് നടക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ കേസ് അവർ തള്ളിക്കളയുന്നതിനോട്. കേട്ടല്ലോ, ഇതാണ് കുറേ പേരുടെ സംശയമാണ്. അതായത് എന്തുകൊണ്ട് ഇതേപോലത്തെ ഇത് നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങ് പരാതി കൊടുത്താൽ പോലെ പോലീസുകാർ വെറുതെ ഇരിക്കില്ലെന്ന് കുറേ പേര് ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കുള്ളൊരു വ്യക്തമായൊരു മറുപടിയാണ്. അതായത് പുള്ളിക്കാരി ഇതേപോലെ കേസ് കൊടുക്കാൻ, അതായത് പോലീസുകാർ അവനെ അറസ്റ്റും ചെയ്യും, അറസ്റ്റ് ചെയ്ത് അകത്തോട്ട് ഇടും, കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവനെ വെറുതെ വിടുകയും ചെയ്യുന്നു. വെച്ചാൽ പുള്ളിക്കാരി പോകുന്നുണ്ട്, ഈ കേസ് നിലനിൽക്കുന്നില്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പുള്ളിക്കാരി വ്യക്തമായി പറയുന്നുണ്ട്, ഇവനെ എനിക്ക് എങ്ങനെയായാലും ലീഗലി ഇവൻ പണിഷ് ചെയ്തേ പറ്റുള്ളൂ, കേസ് എപ്പോൾ നടക്കുന്നു വിളിച്ചാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും പൈസ മുടക്കിയിട്ടാണെങ്കിലും വന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് പുള്ളിക്കാരിക്ക് ഒരു നല്ല സല്യൂട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാവും, ഈ ഷിംജിതയുടെ കേസുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. അത് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംജിത ചെയ്തിരിക്കുന്ന ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ്. ഇത് പുള്ളിക്കാരിയുടെ സേഫ്റ്റിയുടെ ഭാഗത്ത് സോളോ ട്രാവലറാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാവും, സോളോ ആയിട്ട് ട്രാവൽ ചെയ്ത പുള്ളിക്കാരി സോളോ ആയിട്ട് ട്രാവൽ ചെയ്ത് ഇതേപോലത്തെ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്ത് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. പുള്ളിക്കാരി പെട്ടെന്ന് പുള്ളിക്കാരിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് റെക്കോർഡ് ചെയ്തു. ആ സമയത്ത് പ്രതികരിച്ചിരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഒരു തോക്കുമായിട്ട് നമ്മുടെ മുമ്പിൽ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ആണായിക്കോട്ടെ, നമ്മളൊരു 3 ആണുങ്ങളായിട്ട് നിൽക്കുക, ഒരു സ്ഥലത്ത് പോവുക, നമുക്ക് ഇതേപോലെ ട്രാവൽ പാക്കേജായിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവുക. അപ്പുറത്തുള്ള ഒറ്റൊരുത്തൻ ഒരു തോക്കുമായിട്ട് വന്നു, നിന്റെ സാമാനമൊക്കെ താ, ഫോണും താ, നിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ തോക്കുമായിട്ട് ഒരുത്തൻ വന്നിട്ട് എല്ലാ സാധനങ്ങളും തന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എല്ലാം ആണുങ്ങളാ, 3 ആണുങ്ങളാ, പേടിച്ചിട്ടാണ് നമ്മുടെ സാധനങ്ങൾ കൊടുക്കൂലേ. അപ്പോൾ ഒരു പെണ്ണിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് അത് ഒറ്റയ്ക്കോ, അത് ഡെസേർട്ട് പോലത്തെ സ്ഥലത്ത്. അപ്പോൾ പുള്ളിക്കാരി സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഇത് ജോർദാനെ പോലത്തെ ഒരു സ്ഥലത്ത് ഇതേപോലത്തെ സംഭവം നല്ല അത്രയും ടൈപ്പ് നമ്മുടെ ഇവിടുത്തെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ നല്ല സെക്യൂരിറ്റി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പുള്ളിക്കാരി ആ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നില്ല. നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ തപ്പുന്നത്.
ഇപ്പം നമുക്ക് കേരളത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പറയാം, നമ്മൾ ഇന്ന ആളെ വിളിക്കണം ഇന്ന ആളെ സമയത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഷിംജിത്തിലെ കേസുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് ദൈവത്തെ ഓർത്ത് എന്തായാലും ആ പുള്ളിക്കാരിക്ക് എന്തായാലും ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ദൈവത്തിന് നമ്പുരാൻ അറിയാം. ഇനി പുള്ളിക്കാരിയുടെ ഭാഗത്ത് ഇനി കുറേ ന്യൂസ് ചാനൽസൊക്കെ ഇനി പുള്ളിക്കാരുടെ പുറകെയായിരിക്കും, ഇനി അതിൻ്റെ കുറേ ചർച്ചയൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം എനിക്കൊന്ന് ചൊവ്വാഴ്ചയായിരുന്നു പുള്ളിക്കാരിക്ക് ശരിക്കും പറഞ്ഞാൽ ജാമ്യം കിട്ടേണ്ടത്. അത് പുള്ളി ജഡ്ജി എന്തോ ലീവായിരുന്നു, ഇന്നലെ ജഡ്ജി വന്നില്ലായിരുന്നു, അതുകൊണ്ട് പുള്ളിക്കാരുടെ ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് വെച്ചു. അങ്ങനെ ജാമ്യം കിട്ടി എന്തായാലും പുള്ളിക്കാരിക്ക്. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.